ടു റിതം ഓഫ് അങ്കു. അങ്കുവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന അമ്പലം ഉടുപ്പി കൃഷ്ണൻ്റെ അമ്പലം കേട്ടോ. ഉടുപ്പിയിലത്തെ കഴിഞ്ഞു. ഇനി മൂകാംബിക വ്ളോഗ്. നമ്മൾ പോയ അമ്പലങ്ങളെല്ലാം തീർന്നു. പിന്നെ നമുക്ക് പറശ്ശിനിക്കടവ് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കായിപ്പോയി. നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ കറക്റ്റ് ആ ഒരു സമയത്താണ് എത്തിയത്. ആ നട തുറക്കണ ആ ഒരു സമയത്തൊക്കെ തന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ. പക്ഷേ വഴിയിൽ നിന്ന് തന്നെ കുറേ ടൂറിസ്റ്റ് ബസ്സുകളും വണ്ടികളും ഒക്കെ ഫുള്ള് നിരന്ന്. അതും എത്രയോ ദൂരെ അമ്പലം എത്തണതിന് മുന്നേ ഉള്ള വഴികളിൽ മൊത്തം എനിക്ക് തോന്നുന്നു കൊട്ടിയൂർ ആ സമയത്ത് പ്രധാനമായിരുന്നല്ലോ. അപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ മൊത്തം ഉണ്ടായിരുന്നു. അവിടുന്ന് വരുന്ന എല്ലാ ആൾക്കാരും ഇവിടേക്കും വന്ന് തൊഴുകുന്ന പോലെ. അപ്പോൾ ഇനി നമ്മൾ അവിടെ ഇറങ്ങിയില്ല, നല്ല മഴയുണ്ടായിരുന്നു. തിരിച്ച് നേരത്തെ വീട്ടിലെത്തണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ കഴിഞ്ഞു നമ്മുടെ മൂകാംബിക വ്ളോഗിൽ ഉള്ള എല്ലാ അമ്പലങ്ങളും. ഇവിടെയും കുറച്ച് നേരം എന്താ പറയുക, ഒരു അരമണിക്കൂറോ മറ്റോ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. അതിനുശേഷം അന്നത്തെ ദിവസം ഏകാദശി എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉള്ള കാരണം കൃഷ്ണനെയും കാണാൻ പറ്റി. അതാണൊരു സന്തോഷം. ഇത് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ. നല്ല ഭംഗിയില്ലേ കാണാൻ, കുളവും. ഇതെന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതെന്താണാവോ? കാണാൻ നല്ല ഭംഗിയുണ്ട്. മരത്തടികൾ കൊണ്ട് അടുക്കി വെച്ചതായിരുന്നു. മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് നേരം. നല്ല ഭംഗിയില്ല. പക്ഷേ കണ്ടോ, ക്യൂ നിൽക്കുന്നുണ്ട്. അത്രയും നമ്മളിവിടെ ആയിട്ടുണ്ട്. പക്ഷെ ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞാൽ വലിയ മടുപ്പൊന്നും തോന്നില്ല. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. നല്ല സ്ഥലം. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതുപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കൂട്ടുകാർക്ക് ഹൈപ്പ് അടിക്കാൻ പറ്റുന്ന കൂട്ടുകാർക്ക് ഹൈപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടെ ഭംഗി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോയെന്ന് അറിയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.